ഹെർണിയയുടെ കാരണം കൂടി നമ്മൾ അന്വേഷിക്കണം. കാരണം ഹെർണിയ ജന്മനാ ഉള്ള കുറച്ച് ഹെർണിയകളുണ്ട്. ഒന്ന് അംബിലിക്കൽ ഹെർണിയ ചിലപ്പോൾ ജന്മനാ വരാം, പക്ഷെ പല കുട്ടികളിലും അത് കുറേ കാലം കഴിയുമ്പോൾ വളരുമ്പോൾ അപ്രത്യക്ഷമാണ് പതിവ്. കുറച്ച് പേരിൽ നിൽക്കും, അതിന് നമുക്ക് സർജറി വേണ്ടി വരും. രണ്ടാമത്തത് ഇൻഗ്വൈനൽ ഹെർണിയൻ്റെ 2 തരമുണ്ട്. ഒന്ന് നേരിട്ട് വരുന്നത്, അതായത് അത് നമ്മുടെ അവിടെയുള്ള അബ്ഡോമിനൽ വാളിലുള്ള ചില ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത്. അവിടെ ബലഹീനത വരിക, അതുകൊണ്ട് കുടൽ തള്ളി വരിക എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ഒരു കുടുംബത്തിൽ പലർക്കും കാണാറുണ്ട്. മറ്റത് കഞ്ചിനിറ്റൽ ഹെർണിയ എന്ന് പറയും. അതായത് ജന്മന നമ്മുടെ വൃഷ്ണം താഴേക്ക് വരുമ്പോൾ പെരിട്രോണിയത്തിൻ്റെ ഒരു സാക്ക് കൊണ്ടുവരും. അപ്പോൾ അത് സാധാരണഗതിയിൽ കുറച്ച് കാലം കൊണ്ട് ഇല്ലാതായി പോവും. ചിലർക്ക് ആ സാക്ക് പെർസിസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ആൾക്കാർക്ക് അതിലൂടെ ഹെർണിയ പിന്നീട് തള്ളി വരാം. ചിലപ്പോൾ അത് ചെറിയ കുട്ടികളിൽ വരാം, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടും വരാം. അതാണ് ഇൻഡയറക്റ്റ് ഹെർണിയ. പക്ഷേ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനും തമ്മിൽ വ്യത്യാസമല്ല. പിന്നെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ കഠിനമായ ജോലി ചെയ്താൽ ഹെർണിയ വരും എന്നുള്ളത്. അത് സത്യമല്ല. അതുപോലെ തന്നെ കുടലിന് തടസ്സം ഉണ്ടാകുക, മൂത്രത്തിന് തടസ്സം ഉണ്ടാവുക, മലബന്ധം ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഹെർണിയ വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്ക് ഹെർണിയ വരിക എന്നുള്ളത്. പക്ഷേ ഹെർണിയ അവർക്ക് ആസ് സച്ച് ഹെർണിയ വരില്ല എന്നുള്ളതാണ് സത്യം. ഹെർണിയ ഉള്ളത് കുറച്ചുകൂടി പ്രശ്നങ്ങൾ വരും. കാരണം അബ്ഡോമിനിൽ പ്രഷർ കൂടുമ്പോൾ ഹെർണിയ കൂടുതൽ തള്ളി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു കാരണമായില്ല. പക്ഷേ നേരത്തെ ഒരു സർജറി ചെയ്തിട്ടുണ്ട് ചിലർക്കൊക്കെ. പണ്ടൊക്കെ ഓപ്പൺ അപ്പൻഡിസെക്ടമി ഉണ്ടായിരുന്നു, തുറന്നിട്ടുള്ള. അവർക്ക് ഹെർണിയ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ചില നാഡികൾക്ക് ക്ഷതം സംഭവിച്ചിട്ട് അവിടെ വീക്കായിട്ട് ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ട്.